أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 261 ആയത്താണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ. മസലുല്ലദീന യുൻഫിഖൂന, ചിലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം, അംവാലഹും, അവരുടെ ധനം, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അഥവാ മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചിലവഴിക്കുന്നവരുടെ ഉദാഹരണം. കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില. കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയുടെ ഉദാഹരണമാണ്. അമ്പത്തത്ത്, അത് മുളപ്പിച്ചു. 7 സനാബില, 7 കതിരുകൾ. ഫീ കുല്ലി സുംബുലത്തിൻ, ഓരോ കുലയിലും ഓരോ കതിരിലും 100 ഹബ്ബ, 100 ധാന്യമണികൾ വീതം. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനാണ്, അള്ളാഹു അങ്ങേയറ്റം അറിവുള്ളവനുമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. ആ ചിലവഴിക്കുന്നവൻ്റെ ഉദാഹരണം, ഒരു ധാന്യമണി നട്ട് പിടിപ്പിച്ച ശേഷം, കുഴിച്ചിട്ട ശേഷം, അതിൽ നിന്ന് 7 കുലകൾ, 7 കതിർക്കുലകൾ പുറപ്പെടുകയാണ്. ഫി കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ, ഓരോ കുലയിലും ഓരോ കതിർക്കുലയിലും 100 ധാന്യമണി വീതം. അപ്പോൾ ഒരു ധാന്യമണി കുഴിച്ചിട്ട ആൾക്ക് അത് മുഖേന 700 ധാന്യമണികൾ ലഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും തന്നെ ഒരാൾ ആ സന്ദർഭം പാഴാക്കുകയില്ല. അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ധനം ചെലവഴിച്ചയാൾ, അയാൾക്ക് ഒന്നിന് 700 വെച്ച് പ്രതിഫലം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുവിധം ബുദ്ധിയുള്ള, അള്ളാഹുവിങ്കിൽ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന ആരും ആ സന്ദർഭം പാഴാക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല അള്ളാഹു ഒന്നുകൂടി പറയുന്നു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അവർ ഉദ്ദേശിച്ചവർക്ക് ഇരട്ടി ഇരട്ടിയായി കൊടുക്കും. ഈ 700 എന്നതിന് പകരം 7000-ഉം 70,000-വുമായി അള്ളാഹു അത് മാറ്റിക്കൊടുക്കും. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അങ്ങനെ വളരെ ദരിദ്രമായ അവസ്ഥയിലല്ലല്ലോ. വല്ലാഹു വാസിഉൻ, അള്ളാഹു വിശാലമായിട്ടുള്ളതാണ്, ഇഷ്ടം പോലെ അള്ളാഹിൻ്റെ അടുക്കലുണ്ട്. മാത്രമല്ല ആർക്കൊക്കെ കൊടുക്കണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള അലീമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാം നൽകാൻ കഴിയുന്ന, എന്നാൽ എല്ലാവരെ പറ്റിയും പൂർണ്ണമായി അറിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അവന് കഴിവിൻ്റെ പരമാവധിയാണ് ഇതിൽ. ജുഹുദുൽ മുഖിൽ, ഇല്ലാത്തവൻ്റെ പരിശ്രമമാണ് കൂടുതൽ പ്രതിഫലാർഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കണ്ട് സാധിക്കുമോ അത്രയും നൽകുക. പ്രത്യേകിച്ച് അതിൻ്റെ സന്ദർഭത്തിനും അനിവാര്യതയ്ക്കും അനുസരിച്ച് കൂടുതൽ പ്രതിഫലം ലഭിക്കും. കൂടുതൽ ഉള്ളവന് കൂടുതൽ കൊടുക്കണം, പക്ഷേ വളരെ കുറച്ചുള്ളവൻ തന്നെ അവൻ്റെ പരമാവധി കൊടുക്കുകയും, മാത്രമല്ല അത് ഏറ്റവും പറ്റിയ സന്ദർഭത്തിൽ, വളരെ ദരിദ്രമായ അവസ്ഥയിൽ, വളരെ അനിവാര്യമായ സന്ദർഭത്തിലാണ് എങ്കിൽ വലിയ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ഈടാക്കാൻ സാധിക്കും. വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്താലും അതും കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താലും അതും കാണുന്ന പരലോകത്ത് ഇതുപോലുള്ള നന്മകൾ, വർദ്ധിച്ച പ്രതിഫലം ലഭിക്കുന്ന നന്മകൾ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.